ഏത് ബിസിനസ് ചെയ്യാനും ഒരു പാഷൻ വേണം. എന്നാൽ ആ പാഷനൊപ്പം ഉള്ളിൽ ഒരു കലാഹൃദയം കൂടിയുള്ളവരെ സിനിമാ വ്യവസായത്തിലേക്ക് വന്നാൽ ശോഭിക്കും. കാരണം സിനിമയുടെ എല്ലാ മേഖലയും ക്രിയേറ്റീവാണ്. അത് മനസ്സിലാക്കാനും അതിനുവേണ്ട സമയം നൽകാനും അതിനാവശ്യാനുസരണം ഫണ്ട് നൽകാനുമൊക്കെ ഉള്ളിൽ ഒരല്പം കലാപരമായ കഴിവ് കൂടിയുള്ള പ്രൊഡ്യൂസർക്കേ കഴിയും. മറ്റ് ബിസിനസ്സുകളെ പോലെ പക്കാ വിറ്റുവരവ് മാത്രം നോക്കി നടത്താൻ സിനിമാ മേഖലയ്ക്കാവില്ല. ഇതിന് കുറച്ച് ക്ഷമയും ഉൾക്കാഴ്ചയും ഒക്കെ വേണം. മാത്രമല്ല ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറായ ഒരു മനസ്സുമുണ്ടാവണം. അതുകൊണ്ട് തന്നെ സിനിമാ വ്യവസായത്തിന് ഇറങ്ങും മുൻപ് ആരും 2 വട്ടം ചിന്തിക്കും. ഏതായാലും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നതും അതുതന്നെയാണ്. ഒരു സിനിമയിൽ നിർമ്മാതാവിന് എവിടെയൊക്കെയാണ് പണം ചിലവാക്കേണ്ടി വരുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ഒരു സിനിമ ബിസിനസ് ആകുന്നതെന്നും അതിനെന്തൊക്കെ കടമ്പകൾ കടക്കണമെന്നും നമുക്ക് നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ തന്നെ 1700-ലേറെ സിനിമകൾ OTTയിലും തിയേറ്ററുകളിലുമായി ഇന്ത്യയിൽ റിലീസായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി ബോളിവുഡാണ്. 2023 അവരുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 6058.9 കോടി രൂപയാണ്. തമിഴ് സിനിമകളുടെ തട്ടകമായ കോളിവുഡും അവരോടൊപ്പം ഭാവിയിൽ എത്താനുള്ള സാധ്യത 2023 കളക്ഷനിൽ അവർ സൂചിപ്പിച്ചെങ്കിലും ഈ വർഷം അവരെ കടത്തിവെട്ടി മോളിവുഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ആ കണക്ക് ഞാൻ വഴിയേ പറയാം. ഏതായാലും ഇങ്ങനെ ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ പബ്ലിക്കിൽ എത്ര പേർക്ക് അറിയാം എന്ന് നോക്കണ്ടേ? ഓരോ ഇൻഡസ്ട്രിക്ക് ഓരോ പേരാണ്. ആദ്യം നമ്മുടെ മലയാളത്തിൽ നിന്ന് മലയാളം ഇൻഡസ്ട്രി വിളിക്കുന്ന പേര് മോളിവുഡ്, തമിഴ് കോളിവുഡ്. എന്നാൽ ഈ കോളിവുഡ് എന്ന് പറയുന്ന പേര് തമിഴ് അല്ലാതെ വേറൊരു സ്ഥലത്തൂടെ അറിയപ്പെടുന്നു. എനിക്ക് തോന്നുന്നു തെലുഗു ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്തെ അല്ല, ഇന്ത്യക്ക് വെളിയില്ല, പക്ഷെ നമ്മുടെ രാജ്യമാണ്. അത് വേറെ രാജ്യത്താണെങ്കിൽ ഹോളിവുഡ് അല്ലേ വരുള്ളൂ. ഈ തള്ള എന്താണ് പറയുന്നത്? മലയാളത്തിനെ മോളിവുഡ് എന്ന് പറയും. കന്നഡയ്ക്ക് എന്ത് പേര്? കോളിവുഡ്. അപ്പൊ തമിഴിനോ? തമിഴാണ് കോളിവുഡ്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ. കന്നഡയ്ക്ക് അറിയില്ല. തട്ടോട്ട പെൺകുട്ടീനെ ഒരുപാട് അങ്ങോട്ട് സൂമിയണ്ട. മലയാളം ഇൻഡസ്ട്രി മോളിവുഡ് എന്ന് അറിയപ്പെടുന്നു. തമിഴിൽ പറയുന്ന പേര് ഹോളിവുഡ്. കന്നഡ? കന്നഡയോ? പാത്തീங்களா? ചെല്ലத்துக்கு ഒന്നുമേ தெரியல. എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കല്ലേ. തെലുഗു? എന്തിനാ ഇങ്ങനെയൊക്കെ? വേണ്ട, ഗസ് ചെയ്ത് ഞാൻ കുഴപ്പിക്കുന്നില്ല. അറിയാത്തത് അറിയില്ല എന്ന് പറയണത് നല്ലത്. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. മലയാളം മോളിവുഡാണ്, മോളിവുഡ് എന്ന് പറയും. തമിഴ് കോളിവുഡ്. മകിഴ്ചി. കന്നഡ ടോളിവുഡ്. ടോളിയല്ലേ? Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. മലയാളത്തിനെ മോളിവുഡ് എന്ന് പറയും. തമിഴിൽ എന്താ? Come on, use your brains. ഓർമ്മയില്ല? സൂക്ഷിച്ചു നോക്ക്. ഹിന്ദിയോ? ഹോളിവുഡ്. ഹിന്ദി ബോളിവുഡാണ്. മലയാളം? മലയാളം വുഡ്. തമിഴോ? തമിഴുണ്ട്. അടിപൊളി. മലയാളം ഫിലിം ഇൻഡസ്ട്രി മോളിവുഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഹിന്ദി, ബോളിവുഡ്. തമിഴ്, ടോളിവുഡ്. இந்த நாள் உன்னுடைய காலண்டர்ல குறிச்சு வச்சுக்கோ. കന്നഡ, സാൻഡൽവുഡ്. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഇൻഡസ്ട്രി? കന്നഡ. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. നേപ്പാളും ബോളിവുഡ് എന്നറിയും. ഓ, അതറിയത്തില്ല കേട്ടോ. എന്തായാലും താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. അത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. മോളിവുഡ് എന്ന് പറഞ്ഞാൽ മലയാളം, ടോളിവുഡ് തമിഴ്, ബോളിവുഡ് ഹിന്ദി, ഹോളിവുഡ് ഇംഗ്ലീഷ്. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയ. പിന്നെ എനിക്കറിയില്ല. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഇൻഡസ്ട്രി? ഹിന്ദി, ബോളിവുഡ്. ഡൗട്ടില്ല. തമിഴ്? തമിഴിലെ ടോളിവുഡ്. ടോളിവുഡ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ നമ്മൾ ബോളിവുഡ് എന്ന് പറയുന്നു. തമിഴിനെ എന്താണ് പറയുക? ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനുള്ള ഒരു അറിവ് എനിക്കില്ല. നമുക്ക് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുകയാണ്. അത്രയും പ്രശ്നത്തിലാണ് ലോകം മുഴുവൻ. കല്യാണത്തിന് വരണട്ടാ, മീഡിയസ് എല്ലാവരും ഇപ്പോഴും ക്ഷണിച്ചേക്കണം. ആരുടെ നമ്പറുകൾ എനിക്കറിയില്ല, എല്ലാവരും വരണം. എന്താലേ അവൻ ആ ശുഷ്കാന്തി കണ്ടമല്ലയാ. തുടക്കകാലത്ത് ഇന്ത്യയുടെ വെളിയിലുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ സിനിമാ മേഖലയെ പൊതുവെ വിളിച്ചിരുന്ന പേര് ബോളിവുഡ് എന്നായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യ സിനിമയായ രാജാ ഹരിചന്ദ്ര ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സിനിമാ ലോകത്തിന് തുടക്കമിട്ടത് മുംബൈയിലായതുകൊണ്ട് തന്നെയാകാം അങ്ങനെ ഒരു വിളിപ്പേര് വന്നത്. എന്നാൽ ഇന്ന് ഹിന്ദി ഭാഷയുടെ മാത്രം ലോകമാണ് ബോളിവുഡ്. ഇന്ത്യയിൽ കോളിവുഡ് എന്നാൽ തമിഴ് സിനിമകളാണ്. എന്നാൽ നേപ്പാളി സിനിമകളെയും ഇതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. വീരപ്പൻ ബന്ധിയാക്കിയ നടൻ രാജ്കുമാറിലൂടെ ഇന്ത്യയിൽ അറിയപ്പെട്ടു തുടങ്ങിയ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയെ സാൻഡൽവുഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്.
2023 സാൻഡൽവുഡിന്റെ ഗ്രോസ് കളക്ഷൻ 1858.3 കോടിയാണ്. ഇനി നമ്മുടെ മലയാള സിനിമയുടെ കഴിഞ്ഞ വർഷത്തെ കണക്ക് മൊത്തം 446.44 കോടി രൂപയാണ്. മറ്റുള്ളവരെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി സാമ്പത്തികപരമായി പിന്നോട്ടാണ്. അതുകൊണ്ട് തന്നെ മലയാളം സിനിമകളിൽ കൂടുതലും ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളുമാണ്. എന്നാൽ 2024 കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്നിപ്പോൾ കളക്ഷൻ്റെ കാര്യത്തിൽ 16% വളർച്ചയോടെ തമിഴിനും കന്നഡയ്ക്കും മുകളിലാണ് നമ്മുടെ ഇൻഡസ്ട്രി. നമുക്ക് ആ കണക്കുകൾ ഒന്ന് നോക്കാം. 2019, 2020, 2021 കഴിഞ്ഞ് 2024 എത്തി നിൽക്കുമ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി കോളിവുഡിനെ പിന്തള്ളി 3-ാം സ്ഥാനത്തേക്ക് എത്തി. 2024 കണക്ക് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ വർഷം ജൂൺ വരെയുള്ള കണക്ക് ഭാഷ തിരിച്ചു നോക്കുമ്പോൾ ഹിന്ദി 3586 കോടി, തെലുഗു 3158 കോടി, നമ്മുടെ മലയാളം 2510 കോടി, തമിഴ് 2459 കോടി, കന്നഡ 1658 കോടിയും, പഞ്ചാബി 191 കോടി, മറാത്തി, ഗുജറാത്തി, ബംഗാളി എന്നിവ ക്രമേണ 115, 41, 15 കോടി വരെയാണ് ഇതുവരെയുള്ള ഗ്രോസ് കളക്ഷൻ. ഹിന്ദിക്കും തെലുങ്കിനും പിറകിലായി 3-ാം സ്ഥാനത്തുണ്ട് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രി. OTT പ്ലാറ്റ്ഫോമുകൾ സജീവമായതോടെ സിനിമാ വ്യവസായത്തിലേക്ക് നിരവധി പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സിനിമ ഓൺ ആവാൻ ആദ്യം ഒരു പ്രൊഡ്യൂസർ തന്നെ വേണം. ഇനി ഒരു സംവിധായകൻ ബിസിനസ് വാല്യൂ ഉള്ള നടീനടന്മാരുടെ ഡേറ്റ് നേടിയെടുത്താൽ അധികം അലയാതെ തന്നെ ആ സംവിധായകന് ചിലപ്പോൾ ഒന്നിലേറെ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയേക്കാം. കാരണം ആ സിനിമയ്ക്ക് കച്ചവട സാധ്യത കൂടുതലാണ്. ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങും മുൻപ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രധാനമായും 4 സ്റ്റേജുകളായി തിരിക്കാം. 1 സ്റ്റോറി ഡെവലപ്മെൻറ്റ്, 2 പ്രീ പ്രൊഡക്ഷൻ, 3 പ്രൊഡക്ഷൻ ആൻഡ് ഫൈനലി 4-ാമത്തേത് പോസ്റ്റ് പ്രൊഡക്ഷനാണ്. ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ പണച്ചിലവാണ്. സ്ക്രിപ്റ്റ് മുഴുവൻ റെഡി ആയാൽ പോലും നിർമ്മാതാവിൻ്റെ നിർദ്ദേശങ്ങളും സ്വീകരിച്ച് കഥയെ കാച്ചിക്കുറുക്കി ഫൈനൽ ഡ്രാഫ്റ്റാക്കി സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യാൻ സംവിധായകനൊപ്പം അസോസിയേറ്റ്സും അസിസ്റ്റൻസും ഉണ്ടാകും. അവർക്ക് വേണ്ട റൂം, ഫുഡ് തുടങ്ങിയവ നൽകേണ്ടത് പ്രൊഡ്യൂസറാണ്. ഒരു 10 ദിവസം അതിനായി എടുക്കുകയാണെങ്കിൽ പോലും സംവിധായകനും ആ 2 സഹായികൾക്കും ചേർത്ത് ഏറ്റവും കുറഞ്ഞത് 50,000 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. സ്ക്രിപ്റ്റ് ഷൂട്ടിന് പൂർണ്ണമായും തയ്യാറാകുന്നതോടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിയും. പൊതുവെ തുടക്കക്കാർക്ക് ഈ സ്റ്റേജിൽ പ്രൊഡ്യൂസറുടെ സപ്പോർട്ട് കിട്ടാറില്ല. എന്നാൽ ഇൻഡസ്ട്രിയിലെ ഹിറ്റ് മേക്കേഴ്സിന് പടം ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ പടം ചിലവാക്കേണ്ടതായി വരും. ഇനി അടുത്ത സ്റ്റേജ് പ്രീ പ്രൊഡക്ഷനാണ്. ഒരേ സമയം പല പല കാര്യങ്ങൾ ഒരു തോണിയിലേക്ക് അടുപ്പിക്കേണ്ട സമയം. സിനിമയിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അവർക്കായി ഓഡിഷൻ വെക്കുന്നത് മുതൽ ചിലവ് തുടങ്ങുകയാണ്. പ്രധാന താരങ്ങളെ കണ്ട് കഥ സംസാരിച്ച് സിനിമയിലേക്കുള്ള ഡേറ്റ് ബ്ലോക്ക് ചെയ്യാൻ അവരുടെ മൊത്തം പ്രതിഫലത്തിൻ്റെ 1/3 തുകയെങ്കിലും ഈ ഘട്ടത്തിൽ അഡ്വാൻസായി നൽകണം. അതിനോടൊപ്പം സിനിമ ഷൂട്ട് ചെയ്യാനായി കഥയ്ക്ക് അനുയോജ്യമായ ലൊക്കേഷൻ തേടണം. സംവിധായകനും ക്യാമറാമാനും ലൊക്കേഷൻ മാനേജരും അടങ്ങുന്ന ലൊക്കേഷൻ ഹണ്ടിങ് സംഘത്തിന് യാത്രാ ചിലവും ഫുഡും വേണ്ടി വന്നാൽ അക്കോമഡേഷനും വേണ്ട ചിലവ് പ്രൊഡ്യൂസർ വഹിക്കണം. അതുപോലെ തന്നെ ക്യാമറ, ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം തുടങ്ങി സിനിമയിലെ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ലീഡേഴ്സിനും അഡ്വാൻസ് നൽകി ഡേറ്റ് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ എല്ലാം ചേർത്ത് സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ ഒരു 30% പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നിർമ്മാതാവിൻ്റെ പക്കലുണ്ടാകും. നമുക്ക് ഒരു 5 കോടി ബഡ്ജറ്റ് വരുന്ന സിനിമയെ ഇതിന് ഉദാഹരണമായിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ 1.5 കോടിയെങ്കിലും പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ചിലവാകും. ഇനി സിനിമയുടെ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോഴാണ് ഒരു നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ ചിലവ് നേരിടേണ്ടി വരുന്നത്. താരങ്ങൾക്കുള്ള ബാക്കി തുകയുടെ അടുത്ത ഗഡു നൽകണം. ഫുഡ്, അക്കോമഡേഷൻ, അണിയറ പ്രവർത്തകരുടെ ഡെയിലി ബാറ്റ ഒക്കെയായി ഒരു ദിവസം ഷൂട്ടിന് 3.5 ലക്ഷം രൂപ വരെ നിർമ്മാതാവിന് ചിലവ് വരും. അങ്ങനെ ചിലവിൻ്റെ പട്ടിക ഇങ്ങനെ നീളുന്നു. പലപ്പോഴും നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ബഡ്ജറ്റ് പൊട്ടുന്നതും ഈ സമയത്താണ്. സിനിമയുടെ ഷൂട്ടിംഗ് കാലയളവ് പറഞ്ഞതിലും കൂടുതൽ ദിവസങ്ങൾ നീണ്ടുപോകുന്നതും വിഷ്വൽ ബ്യൂട്ടിക്കായി പലപ്പോഴും എക്സ്ട്രാ എക്യുപ്മെൻറ്റ്സ് ഹയർ ചെയ്യുന്നതുമൊക്കെ ബഡ്ജറ്റ് പൊട്ടാൻ കാരണമാകുന്നു. നല്ല രീതിയിൽ ഔട്ട് കിട്ടിയാലേ സിനിമയ്ക്ക് കച്ചവട സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കി നിർമ്മാതാവും കൂടുതൽ പണം മുടക്കാനും തയ്യാറാകും. ഒരു സിനിമയുടെ മൊത്തം ബഡ്ജറ്റിൻ്റെ 50% തുകയും പ്രൊഡക്ഷൻ സമയത്താണ് ചിലവാകുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പ്രകാരം പ്രീ പ്രൊഡക്ഷന് ശേഷം ബാക്കിയുള്ള 3.5 കോടിയിൽ നിന്നും 2 കോടി രൂപയോളം പ്രൊഡക്ഷന് ചിലവാകും. ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ പീരീഡ് ഉത്സവ പ്രതീതിയാണെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാകും. നിറയെ ആൾക്കാരുമായി ദിവസങ്ങൾ നീണ്ട ഷൂട്ടിങ് ഒരു എഡിറ്റിംഗ് ടേബിളിലേക്ക് ഒതുങ്ങുമ്പോൾ അവിടെ എഡിറ്ററും സംവിധായകനും ചിലപ്പോൾ 1-2 സഹായികളും മാത്രമായി ചുറ്റും.
ഇനി ടോട്ടൽ ബഡ്ജറ്റായ 5 കോടിയുടെ ബാക്കിയുള്ള 20%, അതായത് ബാലൻസ് 1.5 കോടി രൂപ ഈ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്കുള്ളതാണ്. താരങ്ങൾ ഡബ്ബ് ചെയ്ത് തീർക്കുന്ന മുറയ്ക്ക് അവരുടെ ശേഷിക്കുന്ന തുക നിർമ്മാതാവ് നൽകണം. ഡബ്ബിങ്ങും കളറിങ്ങും സൗണ്ട് മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞാൽ സിനിമ പുറത്തിറങ്ങാൻ പൂർണ്ണമായും റെഡിയാകും. പിന്നെ സിനിമയുടെ പ്രമോഷനായും നല്ലൊരു തുക നിർമ്മാതാവ് നീക്കിവെക്കേണ്ടതുണ്ട്. ഇനി ഈ സിനിമ പ്രമോട്ട് ചെയ്യേണ്ട സമയവുമാണ്. പോസ്റ്റേഴ്സ്, ഹോർഡിങ്സ്, പ്രിന്റ് ആർട്സ്, ഓൺലൈൻ, ചാനൽ പ്രൊമോഷൻ തുടങ്ങി 5 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഒരു സിനിമയ്ക്ക് മിനിമം 50 ലക്ഷം രൂപയെങ്കിലും പ്രൊമോഷനായി നീക്കിവെക്കേണ്ടതുണ്ട്. നിർമ്മാതാവിൻ്റെ ആസ്തി അനുസരിച്ച് ഈ തുക കൂടിയും കുറഞ്ഞുമൊക്കെ ആയിരിക്കും. ഇനി സിനിമയുടെ ബിസിനസ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ സിനിമ ചെയ്യാൻ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. പടം തിയേറ്ററിൽ ഇറങ്ങും മുൻപ് തന്നെ OTTയിലോ സാറ്റലൈറ്റ് ചാനലുകളിലോ സിനിമ വിൽക്കാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. എന്നാൽ ആ സിനിമയ്ക്ക് പ്രീ ബിസിനസ് നടക്കുന്നത് അതിൽ അഭിനയിച്ചിരിക്കുന്ന സ്റ്റാർസ്, മൂവിയുടെ ഡയറക്ടർ, റൈറ്റർ തുടങ്ങിയവരുടെ വാല്യൂ അനുസരിച്ചിരിക്കും. നിർമ്മാതാവ് മുതൽ മുടക്കിയ ഈ 5 കോടി രൂപ ലാഭസഹിതം തിരികെ നേടാൻ 3 ബിസിനസ് രീതികളാണ് ഉള്ളത്. 1, ബോക്സ് ഓഫീസ് കളക്ഷൻ വിത്ത് ഓവർസീസ്. 2, OTT. 3-ാമത്തേത് സാറ്റലൈറ്റ്. സിനിമാ വ്യവസായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് ബോക്സ് ഓഫീസ് കളക്ഷനാണ്. തിയേറ്ററുകളിൽ നിന്നും ടിക്കറ്റ് വിൽപ്പനയിലൂടെ കിട്ടുന്ന ആകെ വരുമാനത്തെയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത്. ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്കാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ പ്രദർശിപ്പിച്ച് ഓവർസീസ് വഴിയും ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടാം. പ്രത്യേകിച്ചും OTT ബിസിനസ് ടൈപ്പ് ആവാതെ നേരെ തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു സിനിമയുടെ ബാക്കി എല്ലാ ബിസിനസ്സുകളും ബോക്സ് ഓഫീസിലെ വിജയത്തെ ആശ്രയിച്ചായിരിക്കും. അതായത് 5 കോടി മുടക്കി അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അത് പരാജയപ്പെടുകയാണെങ്കിൽ OTT, സാറ്റലൈറ്റ് എന്നിവിടങ്ങളിലെ ആ സിനിമയുടെ മൂല്യം ഇടിയും. എങ്കിലും ഈ ബഡ്ജറ്റിലുള്ള ഒരു സിനിമ തിയേറ്ററിൽ ഒരു 3 കോടിയെങ്കിലും കളക്ഷൻ നേടിയാൽ ടാക്സും തിയേറ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഷെയറും കഴിഞ്ഞ് അതിൻ്റെ 1/3 തുകയായ 1 കോടി രൂപ നിർമ്മാതാവിന് കിട്ടും. പിന്നെ ബാക്കി പ്ലാറ്റ്ഫോമുകളിലെ കച്ചവടമെല്ലാം കൂടി ചേർത്ത് പ്രൊഡ്യൂസർക്ക് ലാഭത്തോടെ തന്നെ ബിസിനസ് അവസാനിപ്പിക്കാം. ഇനി OTT ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ അത് കൈക്കലാക്കാൻ OTT പ്ലാറ്റ്ഫോമുകൾ മത്സരിക്കും. അവിടെ നിർമ്മാതാവുമായി നല്ല വിലപേശൽ നടക്കും. എന്നാൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയുടെ നിർമ്മാതാവ് ചിലവാക്കിയ തുകയുടെ 50% പലപ്പോഴും മാക്സിമം തുകയായി OTT വാഗ്ദാനം ചെയ്യുകയുള്ളൂ. രണ്ടും കൽപ്പിച്ച് OTTക്ക് നൽകാതെ ചില നിർമ്മാതാക്കൾ അത് തിയേറ്ററിൽ ഇറക്കാറുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്നയാൾ ഭാഗ്യപരീക്ഷണം ചെയ്യാനുള്ള മനസ്സുകൂടിയുള്ള ആളായിരിക്കണം. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയാൽ പ്രൊഡ്യൂസറുടെ തലവര മാറും. OTTക്കാർ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പൈസയുമായി അവർക്ക് പിന്നാലെ വരും. മാത്രമോ ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ തന്നെ കോടികൾ കീശയിലാകും. അത് വലിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത സിനിമയാണെങ്കിൽ പോലും സൂപ്പർ ഹിറ്റ് ആയാൽ ഇതെല്ലാം തേടി വരും. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക ബിഗ് ബഡ്ജറ്റ് സിനിമകളും പ്രീ ബിസിനസ്സായി തന്നെ OTT എടുക്കാറുണ്ട്. നമ്മുടെ 5 കോടി ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് നല്ല കഥയും സ്റ്റാർ വാല്യൂവും ഉണ്ടെങ്കിൽ പടം ആവറേജ് ഓടിയാലും 2 മുതൽ 2.5 കോടി വരെ OTT ബിസിനസ് നടന്നേക്കാം. ഇനി ഈ പടം തന്നെ ഒരു 25 ലക്ഷം കൂടി മുടക്കി ഹിന്ദി, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ ഡബ്ബ് കൂടി ചെയ്തു വെച്ചാൽ OTTയിൽ കച്ചവട സാധ്യത കൂടും. ഇനി ഈ 4 ബിസിനസ് രീതികളിൽ ഏറ്റവും ആദ്യം വന്നത് സാറ്റലൈറ്റ് ബിസിനസ്സാണ്. ദൂരദർശന് പിന്നാലെ കേരളത്തിൽ പ്രൈവറ്റ് ചാനലുകൾ സജീവമായതോടെ സിനിമയുടെ സാറ്റലൈറ്റ് മൂല്യവും വർദ്ധിച്ചു. ആദ്യകാലങ്ങളിൽ നല്ല കഥയും സ്റ്റാർ വാല്യൂവും ഉള്ള സിനിമകളെ ഷൂട്ടിംഗ് തുടങ്ങും മുൻപ് തന്നെ നിർമ്മാതാവിന് അഡ്വാൻസ് തുക നൽകി ചാനലുകൾ കരാർ ഉറപ്പിക്കാറുണ്ടായിരുന്നു. അക്കാലത്ത് മമ്മൂക്ക, ലാലേട്ടൻ പോലെയുള്ള മുൻനിര താരങ്ങൾക്ക് 2 കോടി മുതൽ 4.5 കോടി രൂപ വരെ സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടായിരുന്നു. ഇന്ന് ആ സിസ്റ്റം മാറി. സിനിമ കണ്ടതിന് ശേഷം മാത്രമേ ചാനലുകൾ ബിസിനസ്സിലേക്ക് വരൂ. നമ്മൾ ഉദാഹരണമായി എടുത്ത 5 കോടി മുതൽ മുടക്കിലുള്ള ഒരു സിനിമയുടെ സ്റ്റാർ വാല്യൂ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് കിട്ടാവുന്ന സാറ്റലൈറ്റ് വാല്യൂ 75 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ്. എന്നാൽ പടം ബോക്സ് ഓഫീസിൽ ഹിറ്റായാൽ ഈ എമൗണ്ട് ഒക്കെ മാറും. മലയാളം ഇൻഡസ്ട്രിയിലെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കഥയെ അത്യാവശ്യം അറിയപ്പെടുന്ന സ്റ്റാർസിനെയൊക്കെ വെച്ച് ഒരു 5 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ചാൽ പടം ആവറേജ് ഓടിയാലും നിർമ്മാതാവിന് ബഡ്ജറ്റ് മീറ്റ് ചെയ്യാം. ഇനി പാട്ടുകളുള്ള സിനിമയാണെങ്കിൽ അതൊരു എക്സ്ട്രാ ബോണസാണ്. കാരണം പാട്ടിൻ്റെ മ്യൂസിക് റൈറ്റ്സ് വാങ്ങാനും ഇന്ന് കമ്പനികളുണ്ട്. സരിഗമ, സോണി മ്യൂസിക്, ടി സീരീസ്,
അങ്ങനെ നിരവധി കമ്പനികൾ ഈ രംഗത്ത് സജീവമാണ്. അതുവഴി 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെ നിർമ്മാതാവിന് ലഭിക്കും. ഇനി പടം കയറി അങ്ങ് ഹിറ്റായാൽ വെറും ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഒരു ബിസിനസ്മാനെ കോടീശ്വരനാക്കുന്ന വ്യവസായം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. 3 കോടി മുടക്കി 136 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ പ്രേമലു അതിനൊരു ഉദാഹരണം മാത്രമാണ്. വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? പ്രേമം. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സിനിമയുടെ ബിസിനസ് കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡ്.